പാർട്ടിക്ക് വേണ്ടി സംസാരിക്കുന്ന ഇടതുപക്ഷ മുന്നണികളെയും ഇനി ആവശ്യമുണ്ടോ എന്ന കാലിക പ്രസക്തമായി കരുത്തുള്ള ചോദ്യമുയർത്തിക്കൊണ്ട് ബിജെപിയുടെ സമാദരണീയനായ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശബരിമലയുടെ സമരനായകൻ ശ്രീ കെ സുരേന്ദ്രൻ നയിക്കുന്ന പരിവർത്തന യാത്ര ഇന്ന് വൈകിട്ട് കോന്നി ചന്തമൈതാനിൽ എത്തിച്ചേരുകയാണ്. ബിജെപി പ്രസിഡന്റ് ശ്രീ നരേന്ദ്രന്റെ അധ്യക്ഷതയിൽ വിളിച്ചറിയിച്ചുകൊണ്ടുള്ള പരിവർത്തന യാത്ര ബിജെപിയുടെ സമാദരണീയനായ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശബരിമലയുടെ സമരനായകൻ ശ്രീ കെ സുരേന്ദ്രൻ നയിക്കുന്ന പരിവർത്തന യാത്ര കോന്നി നിയോജക മണ്ഡലത്തിൽ എത്തിച്ചേരുകയാണ്. ശ്രീ കെ സുരേന്ദ്രൻ നയിക്കുന്ന പരിവർത്തന യാത്ര ഇന്ന് വൈകിട്ട് കോന്നി ചന്തമൈതാനിൽ എത്തിച്ചേരുകയാണ്. ഒത്തുതീർപ്പ് രാഷ്ട്രീയം ഒരു കലയാക്കി മാറ്റിയ ഇടത് വലത് മുന്നണികൾ മാറി മാറി ചലിച്ചുകൊണ്ടിരിക്കുന്ന കേരള ജനത ഇതാ ഒരു രാഷ്ട്രീയ മാറ്റത്തിന് തയ്യാറായി കഴിഞ്ഞു എന്ന് വിളിച്ചറിയിച്ചുകൊണ്ടുള്ള പരിവർത്തന യാത്ര ഇന്ന് വൈകിട്ട് കോന്നി ചന്തമൈതാനിൽ എത്തിച്ചേരുകയാണ്. ബിജെപിയുടെ സമാധാനമായ നിയോജക മണ്ഡലം പ്രസിഡന്റ് ശ്രീ മാറ്റി ഒരു പുതിയ നവോത്ഥാന കേരളത്തെ കാലമേൽപ്പിച്ച കരുത്തുമായി കടന്നു വരികയാണ്. ബിജെപിയുടെ സമരനായകൻ സമാധാനീയനായ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ കെ സുരേന്ദ്രൻ നയിക്കുന്ന പരിവർത്തന യാത്ര കോന്നിയുടെ മണ്ണിലേക്ക് കടന്നു വരികയാണ്. ഇന്ന് വൈകിട്ട് കോന്നി ചന്തമൈതാനിൽ നടക്കുന്ന വൻപിച്ച സ്വീകരണ സമ്മേളനത്തിൽ भारत माता के संघ शक्ति के हिंदू राष्ट्र के बीजेपी जय बोलो की बीजेपी जय बोलो जय बीजेपी जय बोलो की बीजेपी जय बोलो जय भारत माता जय बोलो जय भारत ശ്രീ കെ സുരേന്ദ്രൻ നയിക്കുന്ന പരിവർത്തന ഇന്ത്യയുടെ മണ്ണിൽ നമ്മുടെ ധീരജവാന്മാരെ മതതീവ്രവാദികൾ കൊലപ്പെടുത്തുമ്പോൾ ശത്രു രാജ്യത്തിന്റെ ഉള്ളിൽ കടന്ന് ഇന്ത്യ തിരിച്ചടിക്കുമ്പോൾ അന്ധമായ മോദി വിരോധം കൊണ്ട് ഇന്ത്യക്കെതിരെ സംസാരിക്കുന്ന മാർക്സിസ്റ്റ് കോൺഗ്രസ് പാർട്ടികളുടെ മതവർഗീയ പ്രീണന രാഷ്ട്രീയത്തിനെതിരെ പ്രതികരിക്കുവാൻ കേരള ജനത ഇതാ ഉണർന്നു കഴിഞ്ഞു എന്ന് വിളിച്ചറിയിച്ചുകൊണ്ടുള്ള പരിവർത്തന യാത്ര ഇതാ കടന്നു വരികയാണ്. ഇന്ത്യൻ പട്ടാളക്കാർക്ക് വീരന്മാരാണെന്ന് ആക്ഷേപിക്കുകയും ഇന്ത്യയുടെ ശത്രുരാജ്യമായ ചൈനയുടെ പേരിൽ അഭിമാനിക്കുകയും ചെയ്യുന്ന മാർക്സിസ്റ്റ് പാർട്ടിയും സ്വന്തം അണികൾ കൊല്ലപ്പെടുമ്പോഴും കേന്ദ്രത്തിൽ
ഇന്ത്യയിലെ കോൺഗ്രസുകാരനും ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും ഒക്കെ തന്നെ നരേന്ദ്രമോദിയോട് ചോദിക്കുകയാണ്, രാജ്യത്തോട് ചോദിക്കുകയാണ്, നിങ്ങൾ എത്ര പേരെയാണ് കൊണ്ടുവന്നത്, എത്ര പേരെയാണ് കൊണ്ടുവന്നാണ് നമുക്ക് കാണുവാൻ സാധിച്ചത്. പ്രിയമുള്ളവരെ, നമ്മുടെ ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി നയിക്കുന്ന യാത്ര ഇവിടെ എത്തിക്കഴിഞ്ഞു. ഈ യാത്രാ നായകനെ സ്വീകരിക്കുവാൻ വേണ്ടിയുള്ള സന്ദർഭം അനിവാര്യമായിരിക്കുന്നു. അദ്ദേഹത്തെ നമുക്ക് വരവേൽക്കാം. ജയ് ജയ് ബിജെപി, ജയ് ജയ് ബിജെപി, ജയ് ജയ് കേസരൻ, ജയ് ജയ് കേസരൻ, ജയ് ജയ് പരിവർത്തന യാത്ര, ജയ് ജയ് പരിവർത്തന യാത്ര, ജയ് ജയ് പരിവർത്തന യാത്ര, ജയ് ജയ് പരിവർത്തന യാത്ര, ജയ് ജയ് സുരേന്ദ്രൻ, ജയ് ജയ് സുരേന്ദ്രൻ, ജയ് ജയ് സുരേന്ദ്രൻ, ജയ് ജയ് സുരേന്ദ്രൻ. ബോലോ ഭാരത് മാതാ കി, ജയ് ബോലോ ഭാരത് മാതാ കി, ജയ് ബോലോ ഭാരത് മാതാ കി. വന്ദേ 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 മാതരം, ജയ് ബോലോ ഭാരത് മാതാ കി, ജയ് ജയ് പരിവർത്തന യാത്ര, ജയ് ജയ് പരിവർത്തന യാത്ര, ജയ് ജയ് കെ സുരേന്ദ്രൻ, ജയ് ബോലോ ഭാരത് മാതാ കി. ഭാരതീയ ജനതാ പാർട്ടിയുടെ ആരാധ്യനായ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ കെ സുരേന്ദ്രൻ നയിക്കുന്ന പരിവർത്തന യാത്ര കോന്നിയുടെ മണ്ണിൽ സമാപിച്ചിരിക്കുകയാണ്. ആ കോന്നിയുടെ മണ്ണിലേക്ക് കേരളത്തിന്റെ സമരനായകൻ, ഭാരതീയ ജനതാ പാർട്ടിയുടെ സമരനായകൻ കെ സുരേന്ദ്രനെ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും ഉറക്കെ ഉറക്കെ ജയ് വിളിക്കണം. ജയ് ജയ് കെ സുരേന്ദ്രൻ, ജയ് ജയ് കെ സുരേന്ദ്രൻ, ജയ് ജയ് ബിജെപി, ജയ് ജയ് പരിവർത്തന യാത്ര, ജയ് ബോലോ ഭാരത് മാതാ കി, ബോലോ ഭാരത് മാതാ കി, ജയ് ജയ് കെ സുരേന്ദ്രൻ. ശബരിമലയെ സംരക്ഷിക്കാൻ, ആചാരങ്ങൾ സംരക്ഷിക്കാൻ തയ്യാറാകിയ ഗായകന്മാർ, സ്വാഗതം സുസ്വാഗതം. നമ്മുടെ യാത്രാ നായകന് സ്വാഗതം ആശംസിക്കുകയും അദ്ദേഹത്തെ വളരെ ഊഷ്മളമായി സ്വീകരണം ചെയ്യുന്നതിനായിട്ട് അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ഒപ്പം അദ്ദേഹത്തെ പുഷ്പമാല്യം അണിയിച്ച് സ്വീകരിക്കുന്നതിനായിട്ട് മണ്ഡലം കമ്മിറ്റിയെ ക്ഷണിക്കുന്നു. ജയ് ജയ് ബിജെപി, ജയ് ജയ് കെ സുരേന്ദ്രൻ, ജയ് ജയ് പരിവർത്തന യാത്ര. അടുത്തതായിട്ട് യാത്രയുടെ ക്യാപ്റ്റൻ ശ്രീ സുരേന്ദ്രൻജിയെ സ്വീകരിക്കുന്നതിന് ജില്ലാ മണ്ഡലം ഭാരവാഹികളെ ക്ഷണിക്കുന്നു. കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും ആരംഭിച്ച ഈ പരിവർത്തന യാത്ര ഇന്ന് കോന്നിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ യാത്രയിൽ ജാഥ ക്യാപ്റ്റനായ ശ്രീ കെ സുരേന്ദ്രനെ സ്വീകരിക്കുന്നതിന് വേണ്ടി പാർട്ടിയുടെ പഞ്ചായത്തിന്റെയും മണ്ഡലത്തിന്റെയും മോർച്ചയുടെയും ഭാരവാഹികളെ ഇവിടേക്ക് ക്ഷണിക്കുകയാണ്. പേര് വിളിക്കുന്ന ആളുകൾ ഈ വേദിയിൽ വന്ന് അദ്ദേഹത്തെ സ്വീകരിച്ച് നമ്മളുടെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചു പോകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പഞ്ചായത്ത് കമ്മിറ്റിക്ക് വേണ്ടി പ്രസിഡന്റുമാരായ ശ്രീ കെ എസ് പ്രതാപൻ, കെ കെ മുരളീധരക്കുറുപ്പ്, എ പി പ്രസന്നൻ, സുനിൽ കുമാർ, വേണുഗോപാലപിള്ള, ശശാങ്കൻ നായർ, ഗിരീഷ് കളഭം, ടി എം രവി, സതീഷ് കുമാർ, അനിൽ മാങ്കോട്, അനീഷ് പൂത്തുപാറ, കെ ആർ രാകേഷ്, അനിൽ സി കെ ബൊക്കാറോ, കണ്ണൻ ചിറ്റൂർ, ആശ ഹരികുമാർ, സുരേഷ് കാവുങ്കൽ, മലയാളപ്പുഴ സന്തോഷ് കുമാർ താഴം, ശ്രീജിത്ത്, രാജു മലയാളപ്പുഴ,
അരുൺ, സന്തോഷ്, മണിലാൽ, അശ്വിനി കുമാർ, മുരളീധരൻ, ഷിബു, രവീന്ദ്രൻ നായർ. ഏനാദിമംഗലം പഞ്ചായത്തിലെ ബൂത്ത് കമ്മിറ്റികൾക്ക് വേണ്ടി ആർ സതീഷ് കുമാർ, പ്രദീപ്, രഞ്ജിത്ത്, രാഘവൻ വേടമല, രഞ്ജിത്ത് കുമാർ, രാജു, സോമൻ പിള്ള, മനോഹരൻ, ബാലകൃഷ്ണൻ, ബാലകൃഷ്ണൻ, കുറുമ്പുകര മജീദ്, അനീഷ് ടി, ജിനോഷ്, രഞ്ജിത്ത്, ഉണ്ണികൃഷ്ണൻ, അർജുൻ, എ ജി ജയചന്ദ്രൻ, വിനോദ്. കൂടൽ പഞ്ചായത്തിന് വേണ്ടി സേതുകുമാർ കൂടൽ, ജയേഷ് കുമാരൻ നായർ, ജനാർദ്ദനൻ നായർ, സോമൻ, രാജശേഖരൻ നായർ, ബിനു വർഗീസ്, അജീഷ് പ്ലാകണ്ടം, ഉല്ലാസ് കരിക്കാങ്കുഴി, എ വി പ്രശാന്ത്, പി ആർ പി ബിജു പോത്തുപാറ, അസീഷ് കോളത്തവൻ. പള്ളിക്കോട് പഞ്ചായത്ത് കമ്മിറ്റിയിലെ ശിവശങ്കരൻ നായർ, ചന്ദ്രൻ, മാധവൻ നായർ, കൃഷ്ണൻകുട്ടി, ലേഖ ജയകുമാർ, കലാധരൻ കൈപ്പട്ടൂർ, ജയൻ തൃപ്പാറ, ബിന്ദു പ്രകാശ്, മഹേഷ് എം, ഗോപിനാഥൻ നായർ, വാണമുട്ടം, ശ്രീജ പ്രസാദ്, കമലാക്ഷി അമ്മ, വിനോദ്, രഘു, ജിഷ്ണു, ബാബുരാജ്, ഹരികുമാർ, രതീഷ് കൈപ്പട്ടൂർ, അനീഷ് മൈലപ്ര, ഷിജു, രതീഷ്, പ്രകാശ് കോവി. വിശ്വഹിന്ദു പരിഷത്തിന് വേണ്ടി പ്രകാശ് കോവി അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. കളഞ്ഞൂർ പഞ്ചായത്തിലേക്ക് വേണ്ടി കുസുമൻ, അനീഷ്, രാമഭദ്രൻ, രാജേന്ദ്രൻ, ശ്രീകുമാർ, രാജീവ്, സദാനന്ദൻ, വിനോദ്, സുരേഷ്, രവീന്ദ്രൻ നായർ, മനു, രാജഗോപാലൻ, ഗിരീഷ് കുമാർ, പ്രമോദ്, മുരളീധരൻ, ശശികുമാർ. പ്രമാണം പഞ്ചായത്ത് കമ്മിറ്റിയിലെ പ്രസന്നൻ നായർ, ശ്രീകുമാർ നായർ, ശശി, രാജേന്ദ്ര പ്രസാദ് ടി, ഉഷ ടീച്ചർ, അജിത്, ജ്യോതിഷ്, ബിജു തരങ്കിണി, ജയചന്ദ്രൻ, വിജയൻ തോടുകുഴി, ശ്രീകുമാർ പി എഫ്, സുരേഷ് കുമാർ പി എഫ്, സോമനാഥൻ നായർ, ബാലൻ നായർ, കൃഷ്ണകുമാർ, രമാപ്രദീപ്, രവീന്ദ്രൻ നായർ, രാജേഷ്, ശ്രീധരൻ നായർ, പ്രശാന്ത്, അജയകുമാർ. കണ്ണിത്തോട് പഞ്ചായത്ത് കമ്മിറ്റിയിലെ മനു മനോഹരൻ, രാജേഷ് വാസുദേവൻ, രതീഷ്, അനീഷ്, സതീഷ് കോട്ടക്കാട്, രാജൻ പിള്ള, സുജിത്ത്, സതീഷ് സദാനന്ദൻ, സഞ്ജൻ ആർ, അഭിലാഷ്. ശ്രീധർത്തോട് പഞ്ചായത്ത് കമ്മിറ്റിയിലെ എ സുഗതൻ, ഓമനക്കുട്ടൻ, സജികുമാർ, മധുപിള്ള, രവീന്ദ്രൻ നായർ. അലാപ്പുറം പഞ്ചായത്ത് കമ്മിറ്റികൾക്ക് വേണ്ടി രവീന്ദ്രൻ നായർ, മുരളീധരൻ നായർ, ശ്യാം, രാജേഷ്, അനിൽ, വിഷ്ണു, ഉണ്ണികൃഷ്ണപിള്ള, പി എൻ രവീന്ദ്രൻ, മധു സദാശിവൻ നായർ, സുനീഷ് സുശീലൻ, സനു, രഞ്ജിത് പി നായർ, ജ്യോതിഷ്, വിഷ്ണു പി നായർ, വിനുകുമാർ, അഖിൽ ആർ. കോന്നി പഞ്ചായത്ത് കമ്മിറ്റിയിലെ സദാശിവൻ, സന്തോഷ്, രാധാകൃഷ്ണൻ നായർ, വിഷ്ണുദാസ്, ഉണ്ണികൃഷ്ണൻ, സുരേഷ്, ഉത്തമൻ മാന്താളം, ജോസ്, ഓമനക്കുട്ടൻ, പ്രകാശ്, രാധാകൃഷ്ണൻ നായർ, വേണു കിഴക്കുപുഴം, മനു, ജോസ് തെങ്ങര, അയ്യപ്പദാസ്, സുജിത്ത്, ബിജു വെളിയത്ത്. യുവമോർച്ചയ്ക്ക് വേണ്ടി കലാധരൻ കൈപ്പട്ടൂർ, രഞ്ജിത്ത് കുന്നിട, വിഷ്ണുദാസ്. ആർക്കെങ്കിലും സ്വീകരിക്കാൻ താല്പര്യമുള്ളവർക്ക് പേര് വായിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സ്വീകരിക്കാൻ തയ്യാറായി വന്ന ആളുകൾക്ക് വളരെ പെട്ടെന്ന് സ്വീകരിക്കാവുന്നതാണ്. ചിറ്റാറ് 3 പ്രശ്നന്മാരുണ്ട്. ചിറ്റാർ പഞ്ചായത്തിലെ സുഗതൻ, ഉത്തമൻ, വിനു യു, വിശ്വനാഥൻ, പ്രസാദ്, അഖിൽ. ഞാൻ പറഞ്ഞ സംഭവമുള്ളൂ. വിളിച്ചു
പ്രിയമുള്ള സുഹൃത്തുക്കളെ, സുരേന്ദ്രൻ ചേട്ടന്റെ മറുപടി പ്രസംഗത്തിന് മുമ്പായിട്ട് ഒരു കാര്യം സൂചിപ്പിക്കുകയാണ്. കോന്നി നിയോജക മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ കഴിഞ്ഞ നാളുകളിൽ നൂറുകണക്കിന് പ്രവർത്തകര് CPM-ൽ നിന്നും കോൺഗ്രസിൽ നിന്നും മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും BJP-യിൽ അംഗത്വം സ്വീകരിക്കുകയും BJP-യിൽ സജീവമായി പ്രവർത്തിച്ചു വരികയും ചെയ്യാണ്. ഒരു ബൂത്തിൽ തന്നെ 50, 70, 100 ആളുകൾ BJP-യിൽ അംഗത്വം എടുത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇവരെ എല്ലാവരെയും വളരെ സ്നേഹപൂർവ്വം അവരോടുള്ള സന്തോഷം പ്രകടിപ്പിക്കുന്നു. അതോടൊപ്പം ഇവരുടെയൊക്കെ പ്രതിനിധിയായിട്ട് എല്ലാവരെയും നമുക്ക് പരിചയപ്പെടുത്താൻ ഉള്ള സാഹചര്യമില്ല. ഈ പാർട്ടിയിലേക്ക്, ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് പുതിയതായി കടന്നു വന്ന എല്ലാവരെയും പ്രതിനിധീകരിച്ചുകൊണ്ട് വളരെ അടുത്ത കാലത്ത് BJP-യിൽ അംഗത്വമെടുത്ത ഒരാളിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സുരേന്ദ്രൻ ചേട്ടൻ അദ്ദേഹത്തെ ഷാളണിയിച്ച് സ്വീകരിക്കും. നമ്മുടെ മുൻ MP ആയിരുന്ന ശ്രീ ചെങ്ങറ സുരേന്ദ്രന്റെ ജ്യേഷ്ഠൻ ശ്രീ ചെങ്ങറ ജനാർദ്ദനൻ, അദ്ദേഹം കോൺഗ്രസിന്റെ വളരെ സജീവ പ്രവർത്തകനായി വർഷങ്ങളോളം പ്രവർത്തിച്ച ആളാണ്. കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും അദ്ദേഹത്തിന് പരിഗണന കിട്ടാതെ വന്നതും കോൺഗ്രസ് പാർട്ടിയുടെ തനിനിറം മനസ്സിലാക്കി ദേശീയതയിലേക്ക് കടന്നു വന്ന ചെങ്ങറ സുരേന്ദ്രൻ മുൻ MP-യുടെ സഹോദരൻ ശ്രീ ചെങ്ങറ ജനാർദ്ദനൻ അവരുടെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ശ്രീ K. സുരേന്ദ്രൻ അവർ ക്ഷണിച്ച് സ്വീകരിക്കുകയാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ ആരാധനായ ജനറൽ സെക്രട്ടറി ശ്രീ K. സുരേന്ദ്രൻജിക്ക് കൊമ്പനെയും വീഴ്ത്തുന്ന വമ്പന്മാരുടെ നാടായ കോന്നിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നതോടൊപ്പം അദ്ദേഹത്തിന്റെ മറുപടി പ്രസംഗത്തിനായി അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പരിവർത്തന യാത്രയുടെ കോന്നി നിയോജക മണ്ഡലത്തിലെ ഈ സ്വീകരണ പരിപാടിയുടെ അധ്യക്ഷൻ ശ്രീ G. മനോജ്, ഇവിടെ യാത്രയോടൊപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ ആരാധ്യരായിട്ടുള്ള നേതാക്കൾ ശ്രീ C. ശിവൻകുട്ടി, JR. പത്മകുമാർ, പുഞ്ചകരി സുരേന്ദ്രൻ, TR. അജിത് കുമാർ, വെള്ളിയകുളം പരമേശ്വരൻ, പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ബഹുമാനായ ശ്രീ അശോകൻ ജി, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീ ഷാജി R. നായർ, ശ്രീ ഹരികൃഷ്ണൻ, ഇവിടെ വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന ഒട്ടേറെ ഭാരതീയ ജനതാ പാർട്ടിയുടെയും വിവിധ പോഷക സംഘടനകളുടെയും നേതാക്കളുണ്ട്. ഞാൻ എല്ലാവരുടെയും പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല, സമയം വളരെ വൈകിയതുകൊണ്ട്. പ്രിയപ്പെട്ട നേതാക്കളെ, അമ്മമാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, നല്ലവരായ നാട്ടുകാരെ, ജനാധിപത്യ വിശ്വാസികളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. കേരള രാഷ്ട്രീയത്തിൽ വലിയ പരിവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന 4 പരിവർത്തന യാത്രകൾ ഇന്നലെ മുതൽ ആരംഭിച്ച് അടുത്ത 5 ദിവസം കേരളത്തിലെ എല്ലാ നിയോജക മണ്ഡലം കേന്ദ്രങ്ങളിലും ഇതുപോലെ സഞ്ചരിക്കുകയാണ്. UDF-ന്റെയും LDF-ന്റെയും പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാർ നയിക്കുന്ന 2 യാത്രകൾ കഴിഞ്ഞ ആഴ്ചകളിൽ നാം കേരളത്തിൽ കണ്ടതാണ്. ആ യാത്രകളിലെല്ലാം ആ പാർട്ടികളിലെ പ്രവർത്തകർ മാത്രമാണ് അവരെ സ്വീകരിക്കുന്നതിന് വേണ്ടി അണിനിരന്നിട്ടുള്ളത്. എന്നാൽ പരിവർത്തന യാത്രയിൽ കേരളത്തിലെ എല്ലായിടത്തും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെയും പിന്തുണ ഞങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളത് ഈ പരിവർത്തന യാത്രയുടെ മാത്രം ഒരു പ്രത്യേകതയാണ്. കേരളത്തിലെ ജനങ്ങൾ ശക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ മാറ്റത്തിന് വേണ്ടി ദാഹിക്കുന്നു. കേരളം വലിയൊരു പരിവർത്തനത്തിലേക്ക് കാലെടുത്ത് വെക്കുകയാണ് എന്നുള്ള കൃത്യമായ സൂചന നൽകിക്കൊണ്ടാണ് പരിവർത്തന യാത്ര പ്രയാണം ആരംഭിച്ച് മുന്നോട്ട് പോകുന്നത്. ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ വന്ന് മുട്ടി നിൽക്കുമ്പോഴാണ് പരിവർത്തന യാത്ര കേരളത്തിലുടനീളം കടന്നു പോകുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം.
2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ നിലനിൽപ്പിന്റേതായിട്ടുള്ള പ്രശ്നം മാത്രമല്ല. ഈ നാട്ടിലെ ജനങ്ങളുടെ മുമ്പിൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുപാട് വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. 2019 ശ്രീ നരേന്ദ്ര ദാമോദർ ദാസ് മോദിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വരുമെന്നുള്ള കാര്യത്തിൽ ഈ നാട്ടിൽ ആരും തർക്കമില്ല. 2014 കിട്ടിയതിനേക്കാൾ കൂടുതൽ സീറ്റും കൂടുതൽ വോട്ടും 2019 നരേന്ദ്രമോദിക്ക് ലഭിക്കും. കാരണം നരേന്ദ്രമോദി ഈ നാട്ടിലെ ജനങ്ങളുടെ ഹൃദയത്തിലാണ് ജീവിക്കുന്നത്. നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ തിരിച്ചു വരുമെന്ന് അറിഞ്ഞത് കൊണ്ടാണ് കോൺഗ്രസ് പാർട്ടിയും പ്രധാന പ്രതിപക്ഷ പാർട്ടികളെല്ലാം കൂടി ഒരുമിച്ച് ഒരു മുന്നണിയായി തെരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ പോകുന്നത്. പക്ഷെ ആ മുന്നണിക്കൊന്നും ജനങ്ങളുടെ പിന്തുണയില്ല എന്നുള്ളതാണ് സത്യം. മോദി വീണ്ടും അധികാരത്തിൽ വരും, ഭരണ തുടർച്ചയുണ്ടാകും എന്നുള്ള തിരിച്ചറിവാണ് പ്രതിപക്ഷ പാർട്ടികളെ പാകിസ്ഥാൻ അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാൻ പ്രേരിപ്പിക്കുന്നത്. പാകിസ്ഥാന് കീജെ വിളിക്കുന്ന പാർട്ടികളായി കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകാരും അധപ്പതിക്കുന്ന കാഴ്ച നാം കണ്ടു. നരേന്ദ്രമോദിയോടുള്ള വിരോധം കാരണം ശത്രു രാജ്യത്തിന് സേവ പിടിക്കുന്ന ചതിയന്മാരുടെ പാർട്ടിയായി കോൺഗ്രസ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും നമ്മുടെ നാട്ടിൽ മാറി. പാകിസ്ഥാൻ ഇന്ത്യൻ അതിർത്തി കടന്ന് ധീര ജവാന്മാർ 40 പേരെ ചുട്ടരിച്ചപ്പോൾ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും എടുത്ത നിലപാടെന്താ? പുൽവാമ ഭീകരാക്രമണത്തിന് ശക്തമായ തിരിച്ചടി കൊടുക്കാൻ നമ്മുടെ സൈന്യവും കേന്ദ്ര സർക്കാരും തീരുമാനിച്ചപ്പോ ചില ആളുകൾ കണക്ക് ചോദിച്ചു വന്നിരിക്കുന്നു. കണക്ക് അവരെ അറിയിക്കണം എന്നാണ് പറയുന്നത്. രാഹുൽ ഗാന്ധിയോട് പറയണം, എവിടെ കണക്ക്? മുംബൈ ഭീകരാക്രമണത്തിൽ 250-ലധികം ഇന്ത്യക്കാർ നിരപരാധികൾ ചുട്ടരിക്കപ്പെട്ടപ്പോൾ ഈ രാജ്യം മുഴുവൻ പാകിസ്ഥാന് ചുട്ട മറുപടി കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ മൗനി ബാബയെ പോലെ ഇരുന്നവരാണ് ഈ കോൺഗ്രസ് പാർട്ടി. ഇന്ത്യയിലെ പട്ടാളക്കാരെ പിടിച്ചുകൊണ്ടുപോയി ശരീരമാസകലം വേദ്യം ചെയ്ത് അവരുടെ പുറത്ത് കാണിക്കാൻ പറ്റാത്ത വിധം ശരീരഭാഗങ്ങളെ അപമാനിച്ച കാലത്ത് AK ആന്റണിയായിരുന്നു രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രി, മലയാളി. അന്ന് മോഹാലസ്യപ്പെട്ട് വീഴുകയല്ലാതെ പാകിസ്ഥാന് ശക്തമായിട്ടുള്ള തിരിച്ചടി കൊടുക്കാനുള്ള ഇന്ത്യൻ ജനതയുടെ ആഗ്രഹത്തിന്റെ കടക്കൽ കത്തിവെക്കുകയായിരുന്നു കോൺഗ്രസ്. ആ കോൺഗ്രസ് ആണ് കണക്കും ചോദിച്ചു വന്നിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിൽ ഒരു പരിധി കൂടി കടന്ന് ചൈനയുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി പരസ്യമായി പാകിസ്ഥാൻ അനുകൂല നിലപാട് സ്വീകരിക്കുന്നു. ഇമ്രാൻഖാൻ ഫാൻസ് അസോസിയേഷനാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയും CPM പാർട്ടിയും എന്നുള്ളതാണ് സത്യം. ഇമ്രാൻഖാൻ ഫാൻസ്. ഉമ്മൻചാണ്ടി ട്വീറ്റ് ചെയ്യുന്നു, കോടിയേരി പുകഴ്ത്തുന്നു, സൈബർ സഖാക്കളെല്ലാം പാക് അനുകൂല മുദ്രാവാക്യം വിളിക്കുന്നു. എന്താ കാരണം? മോദിയോടുള്ള വിരോധം, BJPയോടുള്ള വിരോധം. വീണ്ടും അധികാരത്തിൽ വരുമത്രേ. കോടിയേരി ബാലകൃഷ്ണൻ CPMന്റെ സംസ്ഥാന സെക്രട്ടറി, മുൻ ആഭ്യന്തരമന്ത്രിയാണ്. തൊടുപുഴയിൽ അദ്ദേഹം പറഞ്ഞു, ഇന്ത്യ പാകിസ്ഥാന് ചുട്ട മറുപടി കൊടുത്തപ്പോൾ അനാവശ്യമായി ഇന്ത്യ യുദ്ധം ചെയ്യുകയാണ്. നോക്കണം നിങ്ങൾ, 40 ഇന്ത്യൻ സൈനികർ മരിച്ചപ്പോ അതിന് മറുപടി കൊടുക്കാൻ നമ്മുടെ രാജ്യം തയ്യാറായപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നത് 40 ഇന്ത്യൻ സൈനികരെ കൊന്നതിന് തിരിച്ചടി വേണ്ട, സമാധാനം വേണമെന്നാണ്, ചർച്ചയാവാമെന്നാണ്. സ്വന്തം പാർട്ടിക്കാരനായ ചന്ദ്രശേഖരനോട് എതിർപ്പ് പറഞ്ഞപ്പോ 51 വിട്ടുകൊടുത്ത് കാലമൊരുക്കി വെച്ച കോടിയേരി ബാലകൃഷ്ണനാണ് 40 ധീര സൈനികരുടെ ബലിദാനത്തിന് മറുപടി കൊടുക്കുമ്പോൾ ചർച്ചയാവാമെന്ന് പറയുന്നു. കേരളത്തിലെ ചെറുപ്പക്കാർ, ദേശസ്നേഹികളായിട്ടുള്ള ചെറുപ്പക്കാർ കോടിയേരി ബാലകൃഷ്ണൻ ഇപ്പൊ കോടാലി ബാലകൃഷ്ണൻ എന്നാണ് പറയുന്നത്. ഇന്ത്യയുടെ ഐക്യത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന കോടാലിമാരായി മാർക്സിസ്റ്റ് പാർട്ടി മാറിയിരിക്കുന്നു. ദേശസുരക്ഷയെ ചോദ്യം ചെയ്യുന്നു. ഇതല്ലേ ഇവിടെ നടക്കുന്നത്? എന്നിട്ട് അവരാണ് നാടിന് വേണ്ടിയിട്ട് ഞങ്ങളാണ് എന്ന് പറഞ്ഞു വരുന്നത്.
ഈ നാട്ടിലെ ജനങ്ങളെ ആകെ അപമാനിക്കുന്ന, ദേശസുരക്ഷയെ വെല്ലുവിളിക്കുന്ന അവിശുദ്ധ കൂട്ടുകെട്ടാണ് മോദിക്കെതിരെ വരുന്നത്. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും സയാമീസ് ഇരട്ടകളെ പോലെയാണ് ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഒരമ്മ വെച്ച മക്കളെ പോലെയാണ് ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും അരിവാൾ ചുറ്റികയും കൈയും ഒരേ പോസ്റ്ററിലും ഒരേ ചുമരിലും നമുക്ക് കാണാം. അരിവാൾ ചുറ്റികയും കൈയും. ബംഗാളിൽ അരിവാൾ ചുറ്റികയും കൈയും ചേർന്ന് മത്സരിക്കുന്നു. കമ്മ്യൂണിസ്റ്റുകാർ എവിടെയൊക്കെ ഉണ്ടോ അവരൊക്കെ കൈകൊട്ടിക്കാണ് വോട്ട് ചെയ്യുന്നത്. ഇവിടെ മാത്രം പരസ്പരം മത്സരിക്കുന്ന ദയനീയമായിട്ടുള്ള ചിത്രം. എന്തിനാണ് സുഹൃത്തുക്കളെ നിങ്ങൾ കേരളത്തിൽ കോൺഗ്രസും CPM-ഉം വേറെ വേറെ മത്സരിക്കുന്നത്? നിങ്ങൾക്ക് ഒറ്റ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചാൽ പോരെ? തിരുവനന്തപുരത്തേക്ക് പറഞ്ഞയച്ച ആളുകളൊക്കെ ഇപ്പോ ദില്ലിയിലേക്ക് പോകാനുള്ള പൂതിയുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് പോകുന്നവരൊക്കെ തിരുവനന്തപുരത്ത് തന്നെ ഇരുന്നാൽ മതി, ദില്ലിയിലേക്ക് പോകണമെന്നുള്ള നിങ്ങളുടെ പൂതി ഈ നാട്ടിലെ ജനങ്ങൾ അംഗീകരിച്ചു കൊടുക്കില്ല എന്ന് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ജാതി രാഷ്ട്രീയം കാണിക്കാനാണ് തിരുവനന്തപുരത്തേക്ക് അയച്ച ആളുകളെ ഇപ്പൊ പാർലമെന്റിലേക്ക് മത്സരിപ്പിക്കാൻ തയ്യാറാവുന്നത്. ഒരിക്കൽ ചക്ക വീണ് മൊയൽ ചത്തു എന്ന് വിചാരിച്ച് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ചക്ക വീണ് മൊയൽ ചാവും എന്ന് വ്യാമോഹിക്കുന്നത് നിങ്ങൾ വിഡ്ഢികളുടെ സ്വർഗത്തിലായിരിക്കുമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. 2019 മാത്രമല്ല 2024 സുഹൃത്തുക്കളെ പ്രധാനമന്ത്രി കസേരയ്ക്ക് ഒഴിവില്ല. നരേന്ദ്ര ദാമോദർ ദാസ് മോദി തന്നെയായിരിക്കും ഇന്ത്യയുടെ പ്രധാനമന്ത്രി. സംശയം നിങ്ങൾക്ക് വേണം. എല്ലാവരും ചോദിക്കുന്നത് കേരളത്തിൽ എന്താവുമെന്ന്. കേരളത്തിൽ എന്താവുമെന്നുള്ളതിന്റെ ഉത്തരമാണ് പരിവർത്തന യാത്രയിലൂടെ ജനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ഈ രണ്ട് മുന്നണികളെയും ജനങ്ങൾ വെറുത്തു കഴിഞ്ഞു. നമുക്കൊരു പ്രശ്നം വന്നപ്പോ ഈ രണ്ട് മുന്നണികൾ എവിടെയായിരുന്നു? കേരളത്തിൽ കഴിഞ്ഞ 6 മാസത്തിനിടയിൽ ഈ നാട്ടിലെ ജനങ്ങളെ ആകെ വേദനിപ്പിച്ച, അങ്ങേയറ്റം വിഷമിപ്പിച്ച കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയത്, അല്ലേ? നമുക്കിവിടെ ഒരു മഹാപ്രളയം ഉണ്ടായി. പിണറായി വിജയൻ ഉണ്ടാക്കിയ പ്രളയം മഴ പെയ്തതൊന്നും ഉണ്ടായതല്ല. ഒരു ദിവസം എല്ലാ ഡാമുകളും തുറന്നുവിട്ട് ജനങ്ങളെ ആകെ വെള്ളത്തിൽ മുക്കിയ പ്രളയം. നമ്മൾ ജയിപ്പിച്ചവരെന്താ ചെയ്തത്? നമ്മൾ അധികാരത്തിൽ കയറ്റിയവർ എന്ത് ചെയ്തു? നമ്മുടെ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിച്ചവർ എന്ത് ചെയ്തു? ഈ നാട്ടിലെ ജനങ്ങൾക്കെല്ലാം അറിയാമല്ലോ. ആ മഹാപ്രളയം ഉണ്ടായപ്പോൾ നാം പരാജയപ്പെടുത്തിയവരെയാണ് ജനങ്ങൾ കണ്ടത്. നാം അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തിയവരാണ് ആദ്യം ഓടിയെത്തിയത്. ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാം. കേരളത്തിൽ ഏറ്റവും വലിയ പ്രളയം ഉണ്ടായപ്പോൾ ജനങ്ങളെ ആകെ സഹായിച്ചത് BJP-യും RSS-ഉം സേവാഭാരതിയുമാണ്. ആദ്യം ഓടിയെത്തിയത് സേവാഭാരതിയും BJP-യുമാണ്. അവർക്ക് എല്ലാ സഹായങ്ങളും കൊടുത്തു. നാട് മുഴുവൻ ചെന്ന് ഭക്ഷണ സാധനങ്ങള്, നിത്യോപയോഗ സാധനങ്ങള്, മരുന്ന്, വസ്ത്രങ്ങൾ ടൺ കണക്കിന് ലോറിയായിട്ട് അന്യ സംസ്ഥാനങ്ങളിലുള്ളവർ എല്ലാവരെയും നമ്മൾ സർക്കാർ ക്യാമ്പുകൾ തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ക്യാമ്പുകൾ ആരംഭിച്ചു. എത്ര മനോഹരമായിട്ടാണ് നാം നമ്മുടെ സേവന പ്രവർത്തനം അവിടെ നടത്തിയത്. സർക്കാർ കൊടുക്കാമെന്ന് പറഞ്ഞ പണം ഇതുവരെ കൊടുത്തിട്ടില്ല. പക്ഷേ സേവാഭാരതിയും BJP-യും RSS-ഉം ജനങ്ങളോടൊപ്പം നിന്നു. അത് കഴിഞ്ഞാണ് ശബരിമല ദുരന്തം ഉണ്ടാവുന്നത്. പിണറായി വിജയൻ ഉണ്ടാക്കിയ മഹാദുരന്തം. ശബരിമലയെ തകർക്കാൻ CPIM നടത്തിയ ഏറ്റവും ഹീനമായിട്ടുള്ള, പിണറായി വിജയൻ നടത്തിയ ഏറ്റവും നീചമായിട്ടുള്ള പരിശ്രമം. സുപ്രീം കോടതിയുടെ വിധിയുടെ മറവിൽ കോടിക്കണക്കിന് വിശ്വാസികളുടെ അഭയ കേന്ദ്രമായിട്ടുള്ള പവിത്രമായ ശബരിമല തകർത്ത് തരിപ്പണമാക്കാൻ പിണറായി വിജയൻ പരിശ്രമിച്ചപ്പോൾ പോലീസിന്റെ അകമ്പടിയോടുകൂടി, ഭരണകൂടത്തിന്റെ മർദ്ദനോപാധിയോടുകൂടി ശബരിമലയെ തകർക്കാനുള്ള ഹീനമായ പരിശ്രമം നടക്കുമ്പോ പ്രിയപ്പെട്ടവരെ, എവിടെയായിരുന്നു നിങ്ങളുടെ MP? പത്തനംതിട്ട MP 3-4 മാസം കേരളത്തിലെ വിശ്വാസി സമൂഹം അവരുടെ നെഞ്ചിൽ തീയായിരുന്നു. ഒരു നെരിപ്പോടിൽ തീ പോലെ ആ തീ ഇങ്ങനെ ആളിക്കത്തുകയായിരുന്നു. അമ്മമാരൊക്കെ ഇവിടെ ധാരാളമായിട്ട് വന്നിരിക്കുന്നു. ആ അമ്മമാരൊന്നും ഉറങ്ങാത്ത ദിവസങ്ങളാണ്. നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഭക്ഷണം പാകം ചെയ്ത് അമ്മമാരും സഹോദരിമാരും വീട്ടിനകത്ത് അത് അടച്ചു വെച്ച് രാത്രി 11 മണിക്ക് TV-യിൽ
അയ്യന്റെ സന്നിധിയിൽ അരിവരാസനം പാടി നടയടയ്ക്കുന്നത് വരെ ഈ നാട്ടിലെ അമ്മമാർ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരുന്നു. ഈ മഹാപാപികൾ ശബരിമലയെ കളങ്കപ്പെടുത്താനുള്ള നീക്കം നടത്തുമ്പോൾ എവിടെയായിരുന്നു ആന്റോ ആന്റണി? എവിടെയായിരുന്നു നിങ്ങൾ തെരഞ്ഞെടുത്ത ആഴ്ച കോന്നി MLA? ഒരു സ്ഥലത്ത് നിങ്ങൾ അവരെ കണ്ടിട്ടുണ്ടോ? വിശ്വാസികൾ തെരുവിലിറങ്ങി തങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കാനുള്ള ജീവൻ മരണ പോരാട്ടം നടത്തുമ്പോൾ പ്രിയപ്പെട്ടവരെ എവിടെയായിരുന്നു നിങ്ങൾ തെരഞ്ഞെടുത്ത ആഴ്ച ജനപ്രതിനിധികൾ? കോൺഗ്രസ് പാർട്ടി ഇപ്പോ നല്ല കതറൊക്കെ ഇട്ട് സുന്ദരക്കുട്ടപ്പന്മാരായിട്ട് വന്നിട്ട് ഇപ്പൊ പറയാ ഞങ്ങളും വിശ്വാസികളുടെ കൂടെയാണ്, ഞങ്ങളും വിശ്വാസികളോടൊപ്പമായിരുന്നു. എവിടെ? പ്രിയപ്പെട്ട സഹോദരിമാരെ, സുഹൃത്തുക്കളെ, ശബരിമല പ്രക്ഷോഭത്തിന്റെ നാൾ വഴികളിൽ എവിടെയെങ്കിലും ഒരു കോൺഗ്രസ് പ്രവർത്തകൻ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഒരു മണിക്കൂറെങ്കിലും ഒരു കോൺഗ്രസ് പ്രവർത്തകൻ ജയിലിൽ അടയ്ക്കപ്പെട്ടിട്ടുണ്ടോ? ഒരു കേസെങ്കിലും ഏതെങ്കിലും ഒരു കോൺഗ്രസ് പ്രവർത്തകനെതിരായിട്ടുണ്ടോ? ഈ നാട്ടിലെ ജനങ്ങൾ മറന്നുകൂടാ. ശബരിമല പ്രക്ഷോഭത്തിന്റെ നാളുകളിൽ സർക്കാരിന് സഹായകരമായ നിലപാടാണ് അവർ സ്വീകരിച്ചത്. നിയമസഭയിൽ പ്രസ്താവന ഇറക്കി എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമുണ്ടോ? ഈ അവിശ്വാസികളായിട്ടുള്ള യുവതികളെയെല്ലാം ശബരിമലയെ കയറ്റാൻ സർക്കാർ ശ്രമിച്ചപ്പോൾ നെഞ്ചു വിരിച്ചു നിന്നുകൊണ്ട് വിശ്വാസികൾക്ക് വേണ്ടി പോരാടിയത് ഭാരതീയ ജനതാ പാർട്ടി മാത്രമാണ്, ശബരിമല കർമ്മസമിതിയാണ്. അതുകൊണ്ട് അതിന്റെ ക്രെഡിറ്റ് എടുക്കാനൊന്നും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ആളുകൾ വരണ്ട. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പരീക്ഷിക്കാൻ ഇറക്കിയിരിക്കുന്ന ആളുകളൊക്കെ ഞങ്ങളൊന്നും മറന്നിട്ടൊന്നുമില്ല. തൃപ്തി ദേശായിയെ പോലുള്ള ആളുകളെ ഇവിടെ വിളിച്ചുകൊണ്ടുവന്ന് അവർക്കെല്ലാം ചെയ്തു കൊടുത്ത, അവർക്ക് പാലും തേനും കൊടുത്ത, അവർക്ക് ചുവപ്പ് പരവതാനി വിരിക്കാൻ ശ്രമിച്ച ആളുകളാണ് നവോത്ഥാനത്തിന്റെ പേര് പറഞ്ഞ്. ഞങ്ങൾ അതൊന്നും മറന്നിട്ടില്ല. ഈ നാട്ടിലെ വിശ്വാസികൾ അതൊന്നും മറന്നിട്ടില്ല. പ്രിയപ്പെട്ടവരെ, നമുക്കൊരാപത്ത് വന്നപ്പോ നമ്മളെ വഞ്ചിച്ചവരെ നാം വിശ്വസിക്കണോ വേണ്ടയോ എന്നുള്ള സുപ്രധാനമായിട്ടുള്ള ചോദ്യമാണ് ഉയരുന്നത്. ഇത്രയും കാലം നമ്മൾ തെരഞ്ഞെടുത്ത ആഴ്ചകൾ നമ്മളെ വഞ്ചിച്ചു. ശബരിമല ഒറ്റപ്പെട്ട സംഭവമല്ല, നമ്മുടെ വിശ്വാസത്തെ ആകെ തകർക്കാനുള്ള ഹീനമായിട്ടുള്ള പരിശ്രമമായിരുന്നു. ശബരിമല കഴിഞ്ഞാൽ പിന്നെ പത്മനാഭസ്വാമി വരും, പിന്നെ ആറന്മുള പാർത്ഥസാരഥി വരും, പിന്നെ ഗുരുവായൂർ അമ്പലം വരും, എല്ലാം വരും. എല്ലാം തകർക്കണം. പ്രിയപ്പെട്ടവരെ, ഈ പോരാട്ടം നമുക്ക് വേണ്ടി മാത്രമുള്ളതല്ല. നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന കൊച്ചു കുട്ടികളുണ്ട് അമ്മമാരുടെ മടിയിൽ. അവർക്ക് അവരുടെ അച്ഛനമ്മമാർ ജീവിച്ചതുപോലെ, അവരുടെ മുതുമുത്തശ്ശന്മാർ ജീവിച്ചതുപോലെ ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയുള്ള സമരമാണ്, പോരാട്ടമാണ്. പാരമ്പര്യം, സംസ്കാരം, ജീവിത രീതി, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ ഇതെല്ലാം തകർക്കുന്ന ഈ നീചന്മാരെ ഒരു പാഠം പഠിപ്പിക്കാനുള്ള ഒന്നാം തരം അവസരമാണ് ഏപ്രിൽ മാസത്തിൽ നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ആ അവസരം കൈവിട്ട് കളയരുത്. ഈ നാട്ടിലെ ജനങ്ങൾ കഷ്ടപ്പെട്ട സമയത്തെല്ലാം നമ്മുടെ കൈയൊഴിഞ്ഞ നമ്മൾ വിജയിപ്പിച്ചു പോയവരോട് കണക്ക് ചോദിക്കാനുള്ള അവസരമാണ് സുഹൃത്തുക്കളെ വന്നു ചേർന്നിരിക്കുന്നത്. ഞാൻ സമയക്കുറവുകൊണ്ട് ദീർഘമായി സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. കേരളം നരേന്ദ്രമോദിയോടൊപ്പം നിൽക്കണം. കേരളത്തിലും നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങൾ നേരിട്ട് എത്തണം. എന്തിനാണ് നമുക്ക് മിഡിൽമാൻമാർ? നരേന്ദ്രമോദി സർക്കാർ ഈ രാജ്യത്ത് അനേകായിരം വികസന നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ട്. എല്ലാം കേരളത്തിൽ അട്ടിമറിക്കുകയാണ്. കിസാൻ സമ്മാൻ നിധി അട്ടിമറിക്കാൻ നോക്കി. എന്നാൽ മോദിയുടെ ഗവൺമെന്റിന് കാര്യം മനസ്സിലായതുകൊണ്ട് കൃഷിക്കാർക്ക് നേരിട്ട് കാശ് കിട്ടുന്നു. 5 ലക്ഷം രൂപ സൗജന്യം കിട്ടുന്ന ആയുഷ്മാൻ ഭാരത് പദ്ധതി ഈ കേരള സർക്കാർ അട്ടിമറിക്കുന്നു. 50 ലക്ഷത്തിലധികം കുടുംബങ്ങൾക്ക് ഇന്ത്യ രാജ്യത്ത് അതിന്റെ പ്രയോജനം കിട്ടി. എന്താ നമുക്ക് കിട്ടാത്തത്? നമ്മൾ രണ്ടാം കിട പൗരന്മാരാണോ? അന്ധമായിട്ടുള്ള രാഷ്ട്രീയമാണ് സുഹൃത്തുക്കളെ. അതുകൊണ്ട് ഇടനിലക്കാരെ ഒഴിവാക്കാനുള്ള ഒന്നാം തരം അവസരമാണ് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. മോദിയുടെ വികസനം നേരിട്ട് കേരളത്തിലെത്തിക്കാൻ ജനങ്ങൾ തെരഞ്ഞെടുത്തയക്കുന്ന BJP NDA സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാനുള്ള അവസരമായി ഈ തെരഞ്ഞെടുപ്പിനെ നിങ്ങൾ കാണണം എന്ന് മാത്രം വിനയത്തോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ നൽകിയ ഊഷ്മളമായ സ്വീകരണത്തിന് മനസ്സറിഞ്ഞ് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ഭാരത് മാതാ കി ജയ്.
യോഗം അതിന്റെ പരിസമാപ്തിയിലേക്ക് കിടക്കുകയാണ്. ഈ പരിവർത്തന യാത്രയുടെ